ഇനി നിങ്ങൾക്ക് കേൾക്കണോ, സ്ത്രീധനമാകുന്ന ഒരു ഫൈൻ വിവരലക്കമുണ്ട്. ഒരു ഫൈൻ വിവരലക്കും അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്താം. ഫൈൻ വിവരലക്കും മൗലവി ഇവിടെ വന്നിട്ട് ഭയങ്കര വെല്ലുവിളി. ഫൈൻ വിവരലക്കൊന്നും പേരോട് തിരുവനന്തപുരത്ത് നോക്കിയിട്ടുണ്ട്, ആറ്റിങ്ങൽ നോക്കിയിട്ടുണ്ട്. പുതിയ ആയത്താണിത്. കാണിക്കുന്ന ആ പേരോടിന്റെ ചെരുപ്പ് ഞാൻ എടുക്കും, ഞാൻ പ്രസംഗം നിർത്തൂന്ന് മൗലവി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് കാണിച്ചു കൊടുത്തു. ഇപ്പം മൗലവി വന്നിട്ട് പറയുന്നത് ചെരുപ്പെടുത്താൻ പറ്റൂല, പിന്നെ തെളിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു ഉരുണ്ട ഉരുളലൊന്ന് നിങ്ങൾ കേട്ടാൽ അതൊരു രസാവഹമായ പരിപാടിയാണ്. അതൊന്ന് കേട്ടോളൂ സഹോദരന്മാർ. അതിന് മുമ്പ് സ്ത്രീധനം കൊടുത്ത ആളാണ് ഉമർ മൗലവി. കൊടുക്കുന്നതിന് തെറ്റില്ല എന്നാണ് അയാൾ പറയുന്നത്. ആ സ്ത്രീധനം കൊടുക്കുന്നത് ശരിയാണെന്ന് ഉമർ മൗലവി സൽസബിയിൽ എഴുതി. ആദ്യം ഒന്ന് കാണട്ടെ. അതിനതാ ഉള്ളത്, നിങ്ങൾ വായിച്ചോട്ടെ. ഇനി രണ്ടാമത്തത് പറയുന്നു, മൗലവി പറയുന്നു സ്ത്രീധനം എന്തിനാണ് പറയാ, സ്ത്രീധനം എന്തിനാണ് പറയാ. അത് മൗലവി പറയുന്നുണ്ട്. അയാൾ എന്നോട് എന്താ ചെയ്യണം, മുജാഹിദീങ്ങളെ ചീത്ത പറയുന്നത്. ആരെയും മൂപ്പർ വിടൂലാന്നാണ്. മുജാഹിദീങ്ങളെ കൊണ്ടെത്തി ചിലർ സ്ത്രീധനം വേണ്ടാന്ന് പറയുന്നിട്ട് വാങ്ങുകയും ചെയ്യും. അവരെ പറ്റി ഇയാൾ പറഞ്ഞ കള്ളന്മാരാണ്. ഉമർ മൗലവിന്റെ പ്രിയാപിള്ള കൊണ്ട് പറഞ്ഞതാണ്. അതൊന്ന് കേട്ടോളൂ. തൊഴിലൂടെ വാങ്ങുകയും ചെയ്യുന്നു എന്നത് വേറെ വിജയമാണ്. ആ പണിക്കാരും പോകരുത്, അത് ഹറാമായ മുതലാണ്. അല്ലാഹു അനുവദിച്ചിരുന്നില്ലാത്ത സമ്പത്താണ്. സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? പെണ്ണിന്റെ മുതലേണ്ടതല്ല. വിവാഹത്തിന്റെ മുമ്പ് ഒരു പ്രത്യേകമായ ഡിമാൻഡായി പറഞ്ഞുകൊണ്ട് ഒരു വിവാഹത്തിന് ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാമെന്നുണ്ടെങ്കിൽ അത് വാർഷികമായി പറയണമെന്നില്ല. നിശ്ചയിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ പറഞ്ഞാലും മതി. വിവാഹത്തിന്റെ ഡിമാൻഡായിട്ട് വാങ്ങുന്നത് എന്തും സ്ത്രീധനമാണ്. ഇപ്പൊ സ്ത്രീധനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അയാൾ അതിന്റെ നിർവചന പറയും. വിവാഹത്തിന് മുമ്പ് വാങ്ങുന്നതിനാ സ്ത്രീധനം എന്ന് പറയും. കല്യാണം കഴിച്ചിട്ട് വാങ്ങിയ സ്ത്രീധനാവൂലാന്ന് പുതിയ കണ്ടുപിടുത്തണേ. എനിക്ക് കേട്ടോളി, ഞാന് ആറ്റിങ്ങെന്ന് പറഞ്ഞു പഠിച്ചവന് അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് നിർത്താൻ മതി. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനർത്ഥം മനസ്സിലാക്കുന്നത് പെണ്ണിന്റെ പണം അല്ലേ? പെണ്ണിന്റെ പണം എന്ന് പറഞ്ഞൊരു പറമ്പും സാധനവും ഒക്കെ പെടാം, അതായത് സ്വർണം പെടാം, പലതും പെടാം അല്ലെ? സ്ത്രീധനം, സ്ത്രീയുടെ ധനം ഒരു ആള് ഒരു വിവാഹം കഴിക്കുമ്പോൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യമില്ല. അല്ലെ ഞാൻ പറഞ്ഞു 250 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ വിവാഹം കഴിച്ച് നിങ്ങളെ വീട്ടിൽ വരുന്ന ദിവസം 250 ആൾക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, എനിക്ക് തരണം. എന്നാൽ ഇത് സ്ത്രീധനത്തിൽ പെടുന്നുണ്ടോ ഇല്ലേ? സ്ത്രീയുടെ ബാപ്പയോടാണ് ഈ സ്വത്ത് ചോദിക്കുന്നത്. സ്വത്ത് എന്ന് പറഞ്ഞാൽ 250 ആളെ ബിരിയാണി, ഒരു ബിരിയാണിക്ക് 50 റുപ്യ കൂട്ടിക്കോടി 12,500 റുപ്യ, 12,500 റുപ്യന്റെ സ്വത്ത് അഥവാ ഭക്ഷണം എന്റെ സ്നേഹിതന്മാർക്ക് തരണം എന്ന് ഞാൻ നിബന്ധന വെക്കുന്നു. ഈ ഭക്ഷണം ഹറാമാണോ, ഹറാമാണോ, ജാഹിദാണോ? എന്താ സാറേ പറയാ? ജാഹിദാണെന്നാണ് താല്പര്യം. ഇനി അല്ലെങ്കിൽ കൂടിയാൽ സുന്നത്ത്. ഇത് സ്ത്രീയുടെ ധനമാണ്. അല്ലാ പറയാൻ പറ്റുമോ? സ്ത്രീയുടെ വാപ്പനോടല്ലേ പറഞ്ഞു നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഇത് സ്ത്രീയുടെ ധനം പറയാൻ പറ്റുമോ? സ്ത്രീയുടെ ധനം ആവശ്യപ്പെട്ടത് സ്വന്തം ആവശ്യത്തിന് മാത്രമേ സുഹൃത്തുക്കൾക്കും കൊടുക്കണമെന്നാണ്. സുഹൃത്ത് കെട്ടുന്നില്ല, കെട്ടുന്ന ഇവൻ ഒറ്റ കാര്യത്തിൽ മറ്റുള്ളവർക്കും കൊടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഇത് എല്ലാ നാട്ടിലും ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്നുണ്ട്, ഇവിടെ ഒക്കെ അങ്ങനെ ഉണ്ട്. ഇത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർക്ക് പത്ത് കൊടുക്കാൻ പറ്റുമോ? അവിടെ വെച്ച് ഫാത്തിഹ പറയുമ്പോൾ ഫാത്തിഹ കഴിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അവിടെ ഫാത്തിഹ കഴിക്കാൻ പറ്റില്ല. കാരണം അത് ഹറാമാണെന്നുള്ളതിന് ഞങ്ങൾ തെളിവ് കണ്ടിട്ടില്ല, ഖുർആനിലും കണ്ടിട്ടില്ല, ഹദീസിലും കണ്ടിട്ടില്ല. ഇനി വേറൊരാള് ഒരാളെ ഭക്ഷണവും ചോദിക്കുന്നില്ല, അയാൾ 12,500 ഭക്ഷണം ചോദിക്കുന്നില്ല, അയാൾ 500 രൂപയ്ക്ക് സ്വന്തം തന്നോളാണ്. എന്റെ സുഹൃത്തുക്കൾക്ക് ഒരു ബിരിയാണി കൊടുക്കണം, ഞാൻ ഒറ്റയ്ക്ക് വരും, ആരും ഉണ്ടാവില്ല. അത് എനിക്ക് 500 രൂപ തരണം. ഞങ്ങളെ മകളെ കെട്ടി നിങ്ങളെ വീട്ടിൽ വരണമെങ്കിൽ 500 രൂപ തരണം. അതിന് 100 രൂപ ഇന്നലെ തരണമെങ്കിലേ എനിക്ക് നാനും അന്ന് തന്നാ മതി. ഞങ്ങൾ പറയും ഇത് ഹറാമെന്ന് പറയുമ്പോൾ സാറേ ഹറാമില്ല, അപ്പൊ അതിനും നോക്കില്ല.
ഇനിയിപ്പോ ഏതാണ് ഹറാമാണ് എന്ന് വിളിച്ചത്? ഹറാമാണ് എന്ന് വിളിച്ചാൽ പോരാ, ഒരു കാര്യം ഹറാമാണെന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവ് സുന്നികളായ നമുക്കാവുമ്പോ ഇമാമിങ്ങളെ കിതാബിൽ കാണണം. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയാകുമ്പോൾ ഇമാമികളൊന്നും പറ്റില്ല, ഖുർആനിൽ കാണണം, അല്ലെങ്കിൽ ഹദീസിൽ കാണണം. അപ്പൊ ഖുർആനിലോ ഹദീസിലോ ഇതിനെ വിരോധിക്കുന്ന ഒരു ആയത്തുണ്ടോ, ഒരു ഹദീസുണ്ടോ? അല്ല ഇമാമിങ്ങളെ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് മൂന്നും ഇല്ലെങ്കിൽ ഹറാമാണ് എന്ന് ഞാനെങ്ങനെ പറഞ്ഞു തരും? എന്നിട്ട് ഫൈൻ സിബിനലക്കും എന്നൊരായത്ത് അവസാനം ഞാൻ ഓതി. അതിൽ മിൻ ചെയ്യുന്നാണോ അൻ ചെയ്യുന്നാണോ സംശയമായിട്ട് അടുത്തുള്ള ഉസ്താദിനോട് ചോദിച്ചു. അതൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇയാളെന്താ പറയുന്നറിയോ, വിവാഹത്തിന് മുമ്പ് ആരാന്റെ പെണ്ണുങ്ങളോട് വാങ്ങുന്നതിനാണ് ഈ സ്ത്രീധനം എന്ന് പറയാ, സ്വന്തം ഭാര്യനോട് വാങ്ങുന്നതിനല്ല എന്നാണ് ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞത്. അത് ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അത് ഇവരെ CD ഇറങ്ങട്ടെ. ഞാൻ ഒരു കാര്യം പറയുന്നു, ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി ഞാൻ എന്നെ വെല്ലുവിളിച്ചൊരു വെല്ലുവിളിയുണ്ട്. ഇപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞിട്ട് ആളുകൾക്കൊന്നും മനസ്സിലാണ്ടായപ്പോ അയാൾ പറഞ്ഞു, സമയം വർദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവൂല, ഒരു പേരോടിന്റെ CD തന്നെ കേട്ടോളി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പേരോടിനെ പറഞ്ഞില്ല, നിങ്ങൾ ആ CD ഒന്നും കേട്ടാൽ മതി. എനിക്കിപ്പോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം കൂടുതലായതുകൊണ്ട് മനസ്സിലാവില്ല എന്നാ പിന്നെ സദസ്സിനോട് ഇയാൾ പറഞ്ഞത്. കാരണം ഇയാൾ പറഞ്ഞൊക്കെ തെറ്റ്, മുഴുവൻ അബദ്ധം, മുഴുവൻ ഉരുളല്, ഇതെല്ലാവർക്കും സദസ്സിന് മനസ്സിലാകുന്നത്. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? അവസാനം പറഞ്ഞു പിന്നെ മഹർ എന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന പൈസക്കാ പറയാതെ ഇങ്ങനെ പിന്നെ അവസാനം തിരക്കി കാട്ടിയ അതൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് CD ഇറക്കുമ്പോ പകുതി കത്തിട്ട് ഇറക്കണ്ട. ആ വെല്ലുവിളിയോ അതിന്റെ ഇതുണ്ടല്ലോ സാധാരണ നമ്മൾ വെക്കുന്ന അതൊന്നും കൊണ്ട് വിളിച്ചോട്ടെ. വിളിക്കുന്നവരോട് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയപ്പോ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. കള്ളം വല്ലാടെ പേരിൽ പറയേ ആയത്ത് കണ്ടോളി. ഫൈൻ സിബിനലക്കും നോക്കോ, ഫൈൻ സിബിനലക്കും എടുക്കണോ ചെരുപ്പ്? എടുക്ക് ചെരുപ്പ്. നിർത്തി വെക്കോന്നെ, നിർത്തി കഴിഞ്ഞ മുതൽക്ക് നിർത്തിക്കോ നിർത്തുക. നോക്കോ, ഫൈൻ സിബിനലക്കും. ഒന്നും കൂടി വെക്ക്, എല്ലാവരും മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാൾക്ക് വന്നത്. വെല്ലുവിളിക്കുന്നവരോട് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയപ്പോ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. കള്ളം വല്ലാടെ പേരിൽ പറയേ നോക്കൂ, ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും. സർവമൗലിമാരും നടക്കും ചെരുപ്പും കൊണ്ട്. നാദാവർക്കൊന്ന് വെല്ലുവിളിച്ചതാണല്ലേ. ഇനി ബാക്കി വെക്കുവാനെ ഞാൻ ഓരോന്നോട് കാണിച്ചു. ഇന്നായതല്ല, മിന്നുതിയായതല്ല, നിങ്ങൾ മനഃപൂർവ്വം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞുതരാ സദസ്യം മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോറിയോ? ഇയാൾ ആയത്തോറിയത് എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിനു തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാലെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്, പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആയത്തോതനത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതനത്. ആയത്തോതന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും, പറ്റും, പറ്റും. തഫ്സീറുൽ കബീർ ഇമാം റാസിയുടെ തഫ്സീർ 948. ചെറുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ. ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബോടി പഠിക്കണം കേട്ടോ. കേട്ടോളൂ, ഈ ഇലം ഇമാം റാസി ഈ തഫ്സീറിൽ പറയും, ഈ ആയത്തിന്റെ തഫ്സീർ. ഇലം
അറിഞ്ഞോളണം മൗലൈമാര്. അതിന്റെ അർത്ഥം ഏനം അറിഞ്ഞോളണം. അന്നഹു തആല നിശ്ചയം അല്ലാഹു തആല ലമ്മാ അമറഹും ബിഇതാഇഹിന്ന സദഖാതിഹിന്ന സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ ഇവിടെ രണ്ട് തഫ്സീർ ഇമാം റാസി പറയുന്നത്. ഒന്ന്, ഭർത്താക്കന്മാർ കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ. ഒരു തഫ്സീർ. മറ്റൊന്ന്, ഭർത്താക്കന്മാരോട് വാങ്ങിയത് രക്ഷിതാക്കൾക്ക് പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന്റെ ശേഷം പിന്നീട് പറയാം അഖബഹു. ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞു ബിദിക്രി ജവാസി ഖബൂലി ഇബ്റാഹിഹാ വഹിബതിഹാ ലഹു. ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. വഹിബതിഹാ ലഹു ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. പറ്റില്ലേ?